അപ്പൊ ഉസ്താദെ, നമ്മൾ ഫാത്തിഹയുടെ കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. ഇത് നമ്മുടെ ഒരു അനുഭവമാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. അതായത് ഒരാള് ഫാത്തിഹ, അതായത് നാലാമതായി നീ ഫാത്തിഹ കൊന്നോതണം, 4 റക്അത്തെങ്കിലും അത് തുടരണം, മാറ്റിത്തിരിച്ചിട്ട് അക്ഷരം മറിക്കല്ലേ, മാറ്റം വരും തരം അർത്ഥവും വരുത്തല്ലേ, ഹറക്കാത്ത് സക്കനാത്തൊക്കെയും ശ്രദ്ധിക്കണേ, ശുദ്ധുള്ള ദിക്കിൽ ശ്രദ്ധയോടെയും ഓതണേ, മസ്മൂക്കിനോതി തീർക്കണം എന്നില്ല, മസ്അല പഠിക്കാൻ ആരുമേ ഇന്നില്ല. ഇൻഷാ അല്ലാഹ് ഞാനൊരു പാട്ടിലൂടെ തുടങ്ങിയെങ്കിലും ഒരു ഗൗരവമായ വിഷയം ഉണർത്താൻ വേണ്ടിയാണ്. അതായത് സൂറത്തുൽ ഫാത്തിഹ 4ാമത്തെ ഫർളാണ്. ആ ഫർളിൽ ഏതെങ്കിലും ഒരു കുഴപ്പം പറ്റിക്കഴിഞ്ഞാൽ ആ നിസ്കാരം തന്നെ കിട്ടത്തില്ല. പക്ഷേ ഇന്ന് കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഒരാളും ഫാത്തിഹ തെറ്റുണ്ടെങ്കിൽ ആരുടെ മുമ്പിൽ ഓതുകയോ അതൊന്ന് തിരുത്തുകയോ ചെയ്യില്ല. ആ തെറ്റ് മരണം വരെ മൂടിക്കൊണ്ട് നടക്കും. ഇത് മറ്റുള്ള, അതായത് പ്രത്യേകിച്ച് കേരളക്കാരെ അപേക്ഷിച്ച് മറ്റുള്ള സ്റ്റേറ്റിൽ നോക്കുവാണെങ്കിൽ അവർക്കൊന്നും ഈ ഖുർആൻ പഠിക്കുന്നതിന് ഒരു മടിയില്ല. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ പോലും കൂട്ടമായിട്ടിരുന്നു, പ്രത്യേകിച്ച് നമുക്ക് മക്കത്ത് മദീനത്തൊക്കെ പോകുമ്പോൾ കാണാം, ഓരോ തൂണിന്റെ ചുവട്ടിലും ആളുകൾ കൂട്ടം കൂട്ടമായി ഇരുന്ന് ഓതുന്നത് നമ്മൾ കാണാം. പക്ഷെ ആ ഒരു പ്രവണത നമ്മുടെ നാടുകളിൽ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ആദ്യം വേണ്ടത് ലജ്ജ ഒഴിവാക്കണം. അതായത് ഇൽമ് ഉള്ളവരുടെ അടുത്ത് എത്ര മഹാന്മാരായ ഉന്നതരായ ആളുകൾക്കും കയറിച്ചല്ല. അവിടെ ലജ്ജിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ലജ്ജയാണ് നമ്മളെ ഈ വിഷയത്തിൽ നിന്ന് പിന്നോട്ടടിച്ചത്. ഞാനിപ്പോൾ ആ സദസ്സിൽ ഓതിയാൽ എന്താവും? തെറ്റുകൾ ഉണ്ടായാൽ ബാക്കിയുള്ളവരൊക്കെ എന്നെപ്പറ്റി എന്ത് പറയും? ആ ക്ലാസ്സിലേക്ക് ഞാൻ പോയി ചേർന്നാൽ എനിക്ക് ഒരുപാട് തെറ്റുകൾ ആ ഉസ്താദ് ഇങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവരൊക്കെ എൻ്റെ വൈകല്യം മനസ്സിലാക്കുമല്ലോ. ഇത് ലജ്ജയാണ്. സത്യത്തിൽ റസൂലുള്ളാഹിന്റെ ഗുരു ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാമാണ്. മറ്റൊരു ചരിത്രത്തിൽ ഇമാം മാലിക് അലൈഹിസ്സലാമിൻ്റെ അടുത്ത് ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് 12 കൊല്ലം പഠിച്ച ഒരാളായിരുന്നു ഇമാം നാഫി റളിയല്ലാഹു അൻഹു. അങ്ങനെ 12 കൊല്ലം അവിടെ പഠിച്ചു അദ്ദേഹം പുറത്തു വന്നു. ഇനി നീ പോയിക്കോ, നീ എവിടെയെങ്കിലും ദർസിലോ കോളേജിലോ എവിടെയെങ്കിലുമൊക്കെ പിന്നെ പഠിപ്പിച്ചോളൂ, ഇതാ പഠിപ്പിച്ചു വന്ന് ഉസ്താദ് സർട്ടിഫിക്കറ്റ് കൊടുത്തു. അങ്ങനെ പുറത്തു വന്നു. അങ്ങനെ അദ്ദേഹം നാഫി റളിയല്ലാഹു അൻഹു പുറത്തു വന്നു. അദ്ദേഹത്തിൻ്റെ ഇൽമിൽ ഖുർആൻ്റേതായ കുറച്ച് ഇൽമ് ബാക്കിയുണ്ട്, അതും കൂടി ഒന്ന് കാമിലാക്കണമല്ലോ എന്ന് മനസ്സിലാക്കി അദ്ദേഹം എന്താക്കി, ഖുർആൻ്റെ ശൈഖന്മാരെ തിരഞ്ഞു. അങ്ങനെ കുറേ ആളുകളെ കിട്ടി. അങ്ങനെ അവരടുത്ത് പോയിട്ട് 30 ദിവസം ഖുർആൻ ഓതി കൊടുത്തു. ഓരോ ഹർഫിൻ്റെയും കലിമത്തിൻ്റെയും വരികളുടെയും ആയത്തുകളുടെയും ഒക്കെ ചരിത്രങ്ങളൊക്കെ അദ്ദേഹം മനസ്സിലാക്കി. അതായത് ഉമർ റളിയല്ലാഹു അൻഹു 8 വർഷം കൊണ്ടാണ് സൂറത്തുൽ ബഖറ ഓതി പഠിച്ചത്. എൻ്റെയും നിങ്ങളുടെയും അവസ്ഥ എന്താ? 8 വർഷം കൊണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ കിതാബ് ഓതിയിട്ട് പള്ളി ദിവസം കഴിഞ്ഞ് പിന്നെ അറബി കോളേജും കഴിഞ്ഞാൽ പിന്നെ വലിയൊരു പോയി സർട്ടിഫിക്കറ്റ് സനതും വാങ്ങിയിട്ട് നാട്ടിൽ തിരിച്ചെത്തിയിരുന്ന 8 കൊല്ലം കൊണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഫാത്തിഹയും സൂറത്തുൽ ബഖറയും മാത്രം പഠിക്കാൻ 8 കൊല്ലം എടുത്തത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കഥയാണത്, ചരിത്രമാണത്. അങ്ങനെ മാലിക് അലൈഹി ഇസ്ലാമിൻ്റെ അടുത്ത് എല്ലാ കിതാബുകളും ഓതി പഠിച്ച നാഫി റളിയല്ലാഹു അൻഹു ശിഷ്യൻ അദ്ദേഹം എന്താക്കി, പിന്നീട് ഖുർആൻ പഠിക്കാൻ വേണ്ടി വിവിധ ഉസ്താദ്മാരത്ത് പോയി സമീപിച്ചു. അങ്ങനെ അവരടുത്ത് ഇരുന്ന് പഠിച്ചു. ഈ സംഭവം ഉസ്താദ് അറിയുകയാണ്. അപ്പോൾ ഉസ്താദിൻ്റെ അടുത്ത് ഖുർആൻ്റെ ഇൽമ് കുറച്ച് കുറവുണ്ട്, അത് നികത്തണം. അങ്ങനെ ഈ വലിയ പണ്ഡിതനായ, അതായത് 4 മദ്ഹബിൻ്റെ ഒരു മദ്ഹബിൽ 4 മദ്ഹബിൽ ഒരു മദ്ഹബിൻ്റെ ഇമാമാണ് ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി. മാലിക്കി മദ്ഹബിൻ്റെ ഇമാമാണ് മാലിക് അലൈഹിസ്സലാം. അങ്ങനെ അദ്ദേഹം എന്താക്കി, ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം നാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. സുബഹി നിസ്കരിച്ച് വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു ചെന്നു. അപ്പോൾ നാഫി നോക്കിയപ്പോൾ ദൂരെ നിന്ന് ഒരാൾ വരുന്നുണ്ട്. സൂക്ഷിച്ച് നോക്കി. അപ്പോൾ നോക്കുന്നത് എൻ്റെ ഗുരുവര്യരാണ് ആ വരുന്നത്, മാലിക് അലൈഹിസ്സലാം. എന്താണ് പടച്ചോനെ ഇങ്ങോട്ട് വന്നത്, എന്തിനാണ് വരുന്നത്? ഓടിച്ചെന്ന് അയാൾ പിടിച്ചു, വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്തിനാ നിങ്ങൾ വന്നു വെച്ച്? ഒക്കെ നമ്മൾ പറയാനാപ്പിയെ വെടികള. അങ്ങനെ ഇരുത്തി സംസാരിച്ചു. എന്നിട്ട് മാലിക് അലൈഹിസ്സലാം ശിഷ്യനായ നാഫിയോട് പറഞ്ഞു, നാഫിയെ 12 കൊല്ലം നിനക്കാൻ ഒരുപാട് ഇൽമ് തന്നിട്ടുണ്ട്, അതിൽ ഖുർആൻ്റെ ഇൽമ് കുറച്ച് ബാക്കിയുണ്ട്. നീ ആണെങ്കിലോ എൻ്റെ അടുത്ത് നിന്ന് ഇൽമൊക്കെ പഠിച്ച് പുറത്തു പോയതിനു ശേഷം ഈ ഖുർആൻ്റെ ഇൽമ് നീ കാമിലാക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, എനിക്ക് മനസ്സിലായി. അപ്പം അതുകൊണ്ട്
ഖുർആന്റെ ഇൽമ നീ എനിക്കൊന്ന് പഠിപ്പിച്ചു തരണം, ഞാൻ ഇതിനു വേണ്ടി വന്നതാണ്. അപ്പം നാഫി അലൈഹി ഇസ്ലാം പറഞ്ഞു, ആയിക്കോട്ടെ എന്നാ പഠിപ്പിച്ചു തരാം. ഉസ്താദാണ് ശിഷ്യനോട് ചോദിക്കുന്നത്. അതെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉസ്താദ് ആണ് ശിഷ്യനോട് ചോദിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഉസ്താദെ നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊള്ളി, ഞാൻ വീട്ടിലേക്ക് വരും, അല്ലെ പള്ളിയിലാണെങ്കിൽ പള്ളിയിലേക്ക് വരും. അതൊന്നും ഉസ്താദ് സ്വീകരിച്ചില്ല. ഞാൻ ഇവിടെ നിന്ന് എൻ്റെ പുരയിൽ നിന്ന് നിന്റെ വീട്ടിൽ വെച്ച് ഖുർആൻ 30 ഞാൻ നിനക്ക് പോയി തന്നിട്ട് അതിലെല്ലാ സംശയങ്ങളും തീർത്തിട്ടേ ഞാൻ ഇവിടെ പോകുള്ളൂ, വേറെ ഒന്നും കൊണ്ട് പറയണ്ടാറ്. അങ്ങനെ ആ ഗുരുനാഥൻ ശിഷ്യനായ നാഫീൻ്റെ അടുത്ത് ഇരുന്ന് ഏതാനും ദിവസങ്ങളെ കൊണ്ട് 30 ജുസും ഓതി കണ്ട് കൊടുത്ത് ശരിയാണോ എന്ന് ചോദിച്ചു, ശരി എന്ന് അങ്ങോട്ട് വിളംബരം ചെയ്തു. അങ്ങനെയാണ് ഉണ്ടാക്കിയത് ആ മഹാപണ്ഡിതൻ ഉസ്താദ് ഗുരുവര്യർ അവിടെ നിന്ന് മടങ്ങിയത് എന്നാണ്. അപ്പോൾ സത്യത്തിൽ ഈ ഉസ്താദിന് ചെറിയൊരു കിബറിൻ്റെ അംശമുണ്ടായിരുന്നുവെങ്കിൽ ഈ ശിഷ്യൻ്റെ അടുത്ത് പോകുമായിരുന്നോ? ചിന്തിച്ച് നോക്കൂ. അങ്ങനെ ഷാഫി ഇമാമിനും ഇതുപോലെ ശിഷ്യനുണ്ട്. അങ്ങനെ മഹാന്മാരായ ചില ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അപ്പം നമ്മൾ എന്തിന് ലജ്ജിക്കണം കൂട്ടരെ? എന്തിന് ലജ്ജിക്കണം? ഇൽമല്ലേ കിട്ടുന്നത്. അങ്ങനെ ഖുർആനൊക്കെ പ്രത്യേകം കിട്ടുകയാണെങ്കിൽ നമ്മൾ എത്ര വലിയ വിജയികൾ ഉൾപ്പെട്ടു. ഖുർആൻ്റെ ഖാദിമാവുക, ഖുർആൻ്റെ ഒരു ആളാവുക എന്ന് പറഞ്ഞ് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഉപകരിക്കുന്ന, അതിൽ മുകളിൽ എന്താ പിന്നെ ഉള്ളത്? ഖുർആൻ്റെ മുകളിൽ വേറെന്താ ഉള്ളത്? ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് ലജ്ജിക്കരുത്. ഫാത്തിഹയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വരികൾക്കിടയിൽ തന്നെ ഒരുപാട് അബദ്ധങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഈ അഊദു ബിൽ ഒരു 4-5 അക്ഷരത്തെറ്റുകൾ നല്ലൊരു ശതമാനം ആളുകൾക്കും വരുന്നുണ്ട്. നല്ലൊരു ശതമാനം ആളുകൾക്കും. അതായത് അഴു എന്ന് പറയുമ്പോൾ ആ അയിന് വേണ്ടി ചുണ്ട് ലേശം മുന്നോട്ട് തള്ളണം. അഴു, കാരണം അതിൽ ലൊമ്മ് വന്നിട്ടുണ്ട്. അപ്പോൾ ചുണ്ട് മുന്നോട്ട് തള്ളാതെ പോയാൽ ആ അയിന് കൃത്യമാവൂല. തന്നെയുമല്ല, ഈ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുന്നത് ആ വചനത്തെ നമ്മൾ തീരെ മൈൻഡ് ചെയ്യാറില്ല. നമ്മൾ ഖുർആൻ മറിക്കുന്നതിന് മുമ്പാണ് അഊദു പറയുന്നത്. മറിച്ച ശേഷമാണ് ബിസ്മിയും മറ്റ് ആയത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നത്. അതിനെ ഭംഗിയാക്കും. അപ്പോൾ ഇവിടെ ഔദ് എന്താക്കും? അത് ഒരു വേണ്ടാത്ത രൂപത്തിൽ, ഒരു മനസ്സില്ലാത്ത രൂപത്തിൽ, വൃത്തിയില്ലാത്ത രൂപത്തിൽ അതിനെ പറയാം. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിട്ട് അങ്ങോട്ട് തുടങ്ങും. അപ്പോൾ ഈ ഔദിന് എന്താക്കി? നമ്മൾ അതിനെ ഉൾക്കൊണ്ടിട്ടില്ല. അപ്പോൾ അയിനവിടെ കൃത്യമല്ല. ഔദു ബില്ലാഹി, ഔദു. ഈ ദാല് എന്ന് പറയുന്നത്, എന്ന് പറയുന്നത് നാവിൻ്റെ മുന മേലെ മുമ്പല്ലിൻ്റെ ഔദു എന്ന് പറയുമ്പം മുനയിലേക്ക് അടുത്ത് വരും. ആർക്കാണത് അങ്ങനെ അടുക്കാറുള്ളത്? വേഗം പറഞ്ഞു പോകുമ്പോൾ ഔദു ബില്ലാഹി, ഔദു ബില്ലാഹി, ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഔദു ബില്ലാഹി എന്ന് പറയുമ്പം ഈ അയിനും വന്നിട്ടില്ല, ദാലും അവിടെ ക്ലിയറായി വന്നിട്ടില്ല. അതുപോലെ മിനശ് ശൈത്വാൻ, ഷ എന്ന് പറയുമ്പോൾ ഷീൻ നാവിൻ്റെ മധ്യത്തിൽ നിന്ന് പുറപ്പെടണം. നാവ് അപ്പോൾ അവിടെ എന്താവും? കാറ്റ് കൊണ്ട് പുറപ്പെടും, ഒന്ന് പരക്കണം. മിനശ് തഫ്ഖീമാവണം, മുകളോട്ട് പൊന്തിക്കണം. നാവിൻ്റെ മുനയുടെ മുതുക് ഭാഗം ചെറിയ രൂപത്തിൽ അവിടെ പതിയണം. ഇത് പതിയുന്നുണ്ടോ? ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ ഇല്ല. അപ്പോൾ അവിടെ റാ വരുന്നില്ല, ത്വാ വരുന്നില്ല. ഇങ്ങനെ 4-5 അക്ഷരങ്ങളുടെ പെശക അവിടെ വരുന്നുണ്ട്. അപ്പം നമ്മൾ വെറുതെ അല്ല പിശാച് നമ്മളടുത്ത് നിന്ന് പുറത്തേക്ക് പോകാത്തത്. പിശാച് പുറത്ത് പോകാത്തതിൻ്റെ കാരണം ഓനോട് മര്യാദയ്ക്ക് പറഞ്ഞില്ല, പുറത്ത് പോടാന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഓനാണ് കുത്തിരിക്കാൻ. അപ്പോഴാണ് ഓതാനിക്കുമെന്ന 4 വരെയായിട്ട് തോന്നുമ്പോഴേക്ക് എന്തായി? ഉറക്കം തൂക്കുക, അല്ലെങ്കിൽ ശ്രദ്ധ മാറുക, അല്ലെങ്കിൽ വേറെന്തോ ചിന്തയിലേക്ക് പോവുക. എന്തുകൊണ്ടാണ് ഇബ്ലീസ് പുറത്തു പോയിട്ടില്ല? മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അത് എന്താണ്? നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഔദുവിൽ തന്നെ 3-4 അക്ഷരത്തെറ്റുകളാണ് സംഭവിക്കുന്നത്. പിന്നെയോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി എന്ന് പറയുമ്പം ബാക്ക് ഒരിക്കലും കട്ടി കൂട്ടരുത്. ചിലർക്ക് ബിസ്മി എന്ന് ബി എന്ന് വല്ലാതെ കട്ടി കൂട്ടി പറയുന്നത് കേൾക്കാം. അതായത് അത് പട്ടിയുടെ സ്വരത്തിൻ്റെ ബാ ആക്കരുത്. പട്ടി കുരക്കുന്നത് ചുണ്ട് അല്പം ഉള്ളോട്ട് വലിച്ചുകൊണ്ടാണ് ബൗ ബൗ എന്ന് പറയുന്നത്. അപ്പോൾ ആ ശ്രദ്ധ വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ചുണ്ട് ലേശം ഉള്ളോട്ട് വലിയുന്നുണ്ട്. അപ്പോഴാണ് ബ എന്ന് കട്ടി വരുന്നത്. അപ്പോൾ അവിടെ കട്ടി കൂട്ടരുത് ബാഗിന്. അവിടെ ഒരൊറ്റ കെസ്റേ ഉള്ളൂ. ബിസ്മി, ബിസ്മി, ബിസ്മില്ലാഹ്, ബിസ്മില്ലാഹ്.
അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ചില്ല. ബിസ്മി ബിസ്മി ബി എന്ന് പറയുമ്പോൾ നമ്മൾ ചുണ്ടെന്നാണ് ലേശം ഉള്ളോട്ട് വരുന്നുണ്ട്. അപ്പം ആ ബാവിനെ ശ്രദ്ധിച്ചു കൊള്ളണം. ബിസ്മില്ലാഹി ബിസ്മില്ലാഹി എന്നാ വലിയ കുഴപ്പമില്ല. ബിസ്മില്ലാഹി റ, അത് റ എന്നാവരുത്. അതായത് ചുണ്ട് മുന്നോട്ട് തള്ളിയാൽ റ എന്ന് പറയുന്നതിന് പകരം റ എന്ന് വരും. അപ്പൊ റായിലൂടെ ഒരു വാമ അവിടെ വെളിവാകുന്നുണ്ട്. ബിസ്മില്ലാഹി റ റ അങ്ങനെയല്ല വേണ്ടത്. റായിനവിടെ സദ് വന്നിട്ടുണ്ട്. സദ്ദിലുള്ള റായിനെ പറയുമ്പോൾ മുകൾ ഭാഗത്തേക്ക് തട്ടിക്കുകയും അത് നാവിൻ്റെ മുനയുടെ മുതുക് ഭാഗം ഒന്ന് അമർത്തുകയും ചെയ്യണം. ഒന്ന് അമർന്ന് നിന്നാൽ ആ റായിൽ ഒരു കേടും പറ്റൂല. അല്ലെങ്കിൽ അവിടെ എന്താവും, രണ്ടബദ്ധമുണ്ട്. ഒന്ന് റാ എന്ന് പറയുന്നത് തക്രീറാണ്. റഹ്മാനി മറ കറ. അപ്പോൾ നാവ് കറങ്ങും. ഒന്നോ രണ്ടോ മൂന്നോ കറക്കേ പാടുള്ളൂ, അതിൽ കൂടുതൽ പാടില്ല. അപ്പോൾ അത് ഫൗളാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോളണം. അവ നേരെ മുകളിലേക്ക് തട്ടിക്കണം മുന, എന്നാൽ പ്രശ്നം വരുന്നില്ല. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ, അവിടെ റഹ്മാൻ എന്നെന്ത് വേണം, ഹാഇനെ കൊണ്ടുവരണം. അത് മനസ്സിൽ വേണം. അല്ലെങ്കിൽ റഹ്മാനി റഹ്മാനി എന്ന ബിംബം എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. റഹ്മാൻ എന്ന് പറയുമ്പം ആരാണ്, അതിൻ്റെ അർത്ഥം വേറെയാണ്. അത് റബ്ബിനെ കുറിച്ചാണ്. അത് അപ്പോൾ അവിടെ റഹ്മാൻ എന്ന പദത്തിന് പകരം, അർത്ഥത്തിന് പകരം റഹ്മാനി എന്ന് കലിമത്ത് വരെയും അർത്ഥം മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനി റഹീം. അപ്പോൾ സത്യത്തിൽ ഇത് ചെറിയ ഒരു രൂപത്തിൽ, ലളിതമായൊരു രൂപത്തിൽ ഇത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മളെന്താക്കി, സത്യത്തിൽ ഫാത്തിഹ എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷം ആളുകളും നന്നാക്കി വിടക്കാക്കിയതാണ്. നന്നാക്കി വിടക്കാക്കിയതാണ് ഫാത്തിഹ. ഫാത്തിഹ എന്ന് പറഞ്ഞാൽ ഒഴുക്കുള്ള ആയത്താണ്, മനോഹരമായ ആയത്തുകളാണ്. അത് നേരെ അങ്ങോട്ട് പോയച്ചാൽ മതി, അത് പോല. എന്താണ് വസ്വാസ്? ആ വസ്വാസ് ആരുണ്ടാക്കി? പിശാചുക്കൾ വന്നുണ്ടാക്കി. പിശാചിന് എവിടെയെങ്കിലും ഒരു ചെറിയൊരു അണുമണി കിട്ടിയാൽ മതി, അതിനെ വികസിപ്പിക്കാൻ അവർ ശ്രമിക്കും. അപ്പോൾ അത് ശരിയായിട്ടില്ല, ഒന്നും കൂടി മടക്കണമെന്ന് നമ്മൾ തോന്നിപ്പിച്ചു തരും. അപ്പൊ നമ്മൾ അൽഹംദു അൽഹംദു ലില്ലാഹി ഇങ്ങനെ പല പദങ്ങളെയും നമ്മൾ എന്താക്കും, ആവർത്തിക്കപ്പെടും. ഇതാണ് കുഴപ്പമുണ്ടാക്കുന്നത്. അതിൽ വസ്വാസം ഉണ്ടാക്കരുത്. ചിലരുടെ ഫാത്തിഹ ഒന്നും ഓതിയാലും കൂടി തീരൂല. അതൊക്കെ ഈ വസ്വാസുകളാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് വേണം, ഒരു അറിവുള്ള ഒരു ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് അയാൾക്ക് ഫാത്തിഹ ഓതി കൊടുത്തിട്ട് അയാൾ പറയണം, ഇന്ന അക്ഷരങ്ങൾക്ക് ചെറിയ ചെറിയ ക്രാച്ചുകളുണ്ട്, ഇന്ന അക്ഷരങ്ങൾ ചെറിയ പ്രശ്നമുണ്ട്, അതോട് തിരുത്തിയാൽ എൻ്റെ ഫാത്തിഹ വളരെ കറക്റ്റായി. അതൊന്ന് ശ്രദ്ധിക്കണം, ഒന്ന് ഓതി പരിശീലിക്കണം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലായി. നമ്മളത് ആവർത്തിക്കുകയും ചെയ്താൽ എന്തായി, ശരിയായി. ചില അക്ഷരങ്ങളൊക്കെ നമ്മൾ തെറ്റുപറ്റുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരാൾ തോതിയാൽ ചിലപ്പോൾ തെറ്റുണ്ടാവും. ഖാഫ് ഓ ശരിക്കും എന്തായാലും തൊണ്ടയിൽ വന്നിട്ടില്ല, അതുമേ ഓ വന്നിട്ടില്ല. അവസ്ഥ പറയും, ആ പൊതുക്കി അവിടെ ഒന്നും കൂടി ശരിയാക്കി, ഒന്നുകൂടി തഫീമാക്കെന്ന് പറയും. അന്നപ്പം കൊണ്ട് ഓതും. പിന്നെ പിറ്റേന്ന് വരുന്നവരും അന്നും അങ്ങനെ തന്നെ. അപ്പോൾ ഈ തെറ്റ് വന്നു കഴിഞ്ഞാൽ ആ തെറ്റിനെ തിരുത്തണം. ആ തെറ്റിനുണ്ടാക്കരുത്, അവിടെ ഇട്ടേക്കരുത്. അത് നമ്മളവിടെ തിരുത്താതെ വെക്കുന്നത് കൊണ്ടാണ് ഈ തെറ്റൊന്നും ആവർത്തിക്കപ്പെടുന്നത്. 2ാം ക്ലാസ്സിൽ നിന്ന് നമ്മൾ പഠിച്ച ഫാത്തിഹ, അപ്പം നമ്മളിപ്പോൾ ഈ ഹയാത്ത് കാലത്ത് നമ്മൾ എത്ര വയസ്സ് ജീവിച്ചോ അത്രയും വയസ്സ് നമ്മൾ കണക്കൂട്ടുമ്പോൾ ലക്ഷക്കണക്കിന് ഫാത്തിഹ നമ്മൾ ഓതി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും തെറ്റ് അവിടെ കിടക്കുന്നുണ്ട്. തെറ്റ് അവിടെ നിന്ന് മഴഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം പടച്ചോനല്ല, നമ്മളതിൻ്റെ കാരണം. മനസ്സിലായില്ലേ? നമ്മളെത്താണ് അതിൻ്റെ കാരണമുള്ളത്. നമ്മൾ നന്നാക്കിയാൽ നന്നാവും, റെഡിയാണ്, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഈ തെറ്റ് നിലനിർത്തരുത്. ഒരാൾ നോക്കിയാൽ അയാൾ ഇന്ന അക്ഷരം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന അക്ഷരം അവിടെ ഉന്നതി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നടുത്ത് മദ്ദ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നടുത്ത് തപ്പയും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നടുത്ത് ഇറക്കി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അക്ഷരങ്ങൾ കാണിച്ചു തരുമ്പോൾ അതങ്ങ് തിരുത്തിയേച്ചാൽ വിഷയം കഴിഞ്ഞു. മനസ്സിലായില്ലേ? പിന്നെ വളരെ സന്തോഷം. കാരണം ഏത് വിഷയങ്ങളും നമുക്ക് എവിടെയും പോയി പഠിക്കാം. പക്ഷേ പരിശുദ്ധ ഖുർആന്റെ പാരായണ ശാസ്ത്രം അത് ഒരു ഉസ്താദിന്റെ വായിൽ നിന്ന് തന്നെ പഠിച്ചെങ്കിലേ അത് പൂർണ്ണതയിൽ എത്തുകയുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം.